നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വിജയ് ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്നായിരിക്കും. കാരണം തമിഴകത്തിന്റെ മുക്കിലും മൂലയിലുമായി 30,000-ലേറെ യൂണിറ്റുകളാണ് വിജയ് മക്കൾ ഇയക്കത്തിനായി ഉള്ളത്. പുറമെ IT, അഭിഭാഷക, മെഡിക്കൽ രംഗത്തുമൊക്കെ പോഷക സംഘടനകളുമുണ്ട്. സാമൂഹിക പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഇവർ സജീവവുമാണ്. അതുകൊണ്ട് തന്നെ ദളപതി വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് കുറെ കാലമായി ചർച്ചകൾ നടക്കുന്നുമുണ്ട്. പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി പ്രഖ്യാപനം നടത്തുവാൻ നടൻ വിജയ് തയ്യാറെടുക്കുകയാണെന്നാണ് പ്രമുഖ പത്രങ്ങൾ എഴുതുന്നത്. വിജയ് മക്കൾ ഇയക്കത്തെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുവാൻ ചെന്നൈക്ക് സമീപം പനയൂരിൽ ചേർന്ന നേതൃത്വ യോഗം തീരുമാനിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച ചർച്ച നടന്നു. തമിഴകത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല. MGR, കരുണാനിധി, ജയലളിത തൊട്ടുള്ള അനുഭവം അത് തന്നെയാണ് പറയുന്നതും. നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരുങ്ങിയതും അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു. കമൽഹാസൻ പാർട്ടി ആവട്ടെ എവിടെയും എത്തിയതുമില്ല. ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ DMK സഖ്യം, അണ്ണാ DMK, BJP, കോൺഗ്രസ് എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറുമെന്നതും സംശയാസ്പദമാണ്. പാർട്ടി രൂപവൽക്കരണ ചർച്ചകളിൽ തമിഴ്നാട് കൂടാതെ പുതുച്ചേരി, കേരളം, ആന്ധ്ര, കർണാടകം എന്നിവിടങ്ങളിലെ ആരാധന സംഘടനാ നേതാക്കളുമുണ്ട്. പക്ഷേ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണ് എന്നാണ് സൂചന. പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്ന വിജയ് BJP അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാടെടുക്കും എന്നതിലും വ്യക്തതയില്ല. നിലവിൽ തമിഴ്നാട്ടിൽ BJPയും AIDMKയും അകൽച്ചയിലാണ്. അതിനാൽ തന്നെ AIDMKയിലേക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായും പുതുച്ചേരിയിൽ NR കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി കഴിഞ്ഞ ദിവസം വിജയുടെ വീട്ടിൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് NR കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചാരണം നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായും വാർത്തകൾ വന്നിരുന്നു. വിരമിച്ച പോലീസ്, IAS ഉദ്യോഗസ്ഥർ, മുൻ MLAമാർ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമ പ്രവർത്തകർ എന്നിവരോട് വിജയ് ഉപദേശം തേടിയതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി വിജയ് ഫാൻസ് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉണ്ടെന്നാണ് തമിഴ് മാധ്യമങ്ങൾ എഴുതുന്നത്. കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിൽ വായനശാല തുടങ്ങിയാണ് വിജയ് മക്കൾ ഇയക്കം പദ്ധതിക്ക് തുടക്കമിട്ടത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നേരത്തെ സൗജന്യമായി ട്യൂഷൻ കേന്ദ്രങ്ങൾ, നിയമസഹായ കേന്ദ്രം, ക്ലിനിക്കുകൾ എന്നിവയ്ക്ക് വിജയ് മക്കൾ ഇയക്കത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 10+2 ക്ലാസുകളിൽ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചടങ്ങിലെ വിജയുടെ പ്രസംഗം വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് വഴിവെച്ചത്. പുതിയ ചിത്രം ലിയോയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ നടത്തിയ സമ്മേളനത്തിലെ പ്രസംഗത്തിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന സൂചന നടൻ നൽകിയിരുന്നു. വിജയ് മക്കൾ ഇയക്കത്തിന് ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ ഇപ്പോൾ ഉണ്ടാക്കി വരികയാണ്. സമൂഹത്തിലെ ദുരിതം പേറുന്നവർക്ക് കൈത്താങ്ങാകുന്ന വീഡിയോകളും ചിത്രങ്ങളും ഫാൻസ് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാറുമുണ്ട്. ഇതിനു മുൻപ് ഉടനെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വിജയ് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സുഹൃത്തും നടനും സംവിധായകനുമായിരുന്ന അർജുൻ സർജ. അത് വലിയ വാർത്തയായിരുന്നു അന്ന്. പ്രതികരിക്കേണ്ട സമയങ്ങളിലെല്ലാം വിജയ് പ്രതികരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഉടൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കും എന്നായിരുന്നു അർജുൻ അന്ന് പറഞ്ഞത്. ജനത്തിനായി നന്മ ചെയ്യണമെന്ന ആഗ്രഹവും അതിനുള്ള മനസ്സുമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അത്യാവശ്യമെന്നും വിജയ്ക്ക് അതുണ്ടെന്നും അർജുൻ സർജ പറഞ്ഞിരുന്നു. ചെറുപ്പം മുതൽ താൻ കാണുന്നുണ്ട്, വളരെ നാണക്കാരനായ ഒരു മനുഷ്യൻ. പക്ഷേ ഇന്ന് തമിഴ് സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹം വളർന്നിരിക്കുന്നു എന്നും ലാളിത്യവും കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് വിജയ്.
നടന്മാരിൽ ശിവാജി ഗണേശിന് ശേഷം ഇത്രയും സമയനിഷ്ഠ പുലർത്തുന്ന മറ്റൊരാളില്ലെന്നും അർജുൻ സർജ പറഞ്ഞിരുന്നു. എന്തായാലും വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ തമിഴ്നാട് രാഷ്ട്രീയമാകെ ഒന്ന് കുലുങ്ങുമെന്നത് ഉറപ്പാണ്.